റിവ്യൂ സ്റ്റേജിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുമ്പ് ഒട്ടി വെച്ചിരുന്ന ഒരു സ്ലീവ്, കൈ ഓവർലാപ്പ് സ്ലീവ് എന്ന് പറയും. അപ്പൊ അതിനെ ഒരു ഉള്ളും പുറം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിന്റെ റിഗാൾ ഭാഗം നമ്മൾ ഒരു വെട്ടിട്ടിട്ടുണ്ട്. അതിന്റെ മാർക്ക് അവിടെ ഒരു കുറച്ച് കാണാൻ വിധത്തിൽ വെട്ടിട്ട് കൊടുക്കുക. അടിഭാഗം മടക്കി അടിക്കേണ്ടത് അവിടെ ഇട്ടെടുക്കുക ഇതിന് വേണ്ടിയിട്ട്. ഇനി ഇതിന്റെ സെന്റർ ഭാഗം നമുക്ക് വരുന്നത് ഇതാ ഇവിടെയാണ് സെന്റർ വരിക. അതിന്റെ എന്റെ അടിഭാഗം അവിടെ ഇട്ടിട്ട് കൊടുക്കുക. ഇനി ഇതിനെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉള്ള് നമുക്ക് മടക്കിയെടുക്കാൻ ഭാഗത്തിന് ഇതിനെ സെന്റർ ഭാഗം വെട്ടിന്റെ പുറത്തൊരു മാർക്കൂടെ കുറച്ച് നീട്ടിയിട്ട് ഇട്ട് കൊടുക്കുക. ഓവർലാപ്പ് സ്ലീവ് എങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. കൈ അടിക്കേണ്ടത്. ഇനി ഇത് റിഗാൾ ഭാഗത്ത് നിന്ന് ഇതാ ആദ്യം നമ്മൾ ചെറുതായിട്ട് 1/4 ഇഞ്ചിലൊരു ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. 2 അടി അടിക്കണം. ആദ്യം ചെറുതായിട്ട് 1/4 ഇഞ്ചിൽ അടിക്കുക. ഇതിന്റെ പേരാണ് ഓവർലാപ്പ് കൈ സ്ലീവ്. ഇനി അത് മടക്കി അടിച്ച് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വേണം ഇത് തുടങ്ങാൻ. നോക്കണം, മാറിപ്പോകരുത്, വശം മാറിപ്പോകരുത്. 2 അതളായിട്ട് വരുന്നൊരു കൈ, അതിനാണ് ഓവർലാപ്പ് കൈ എന്ന് പറയുക. 2 അതളായിട്ടായിരിക്കും ഒരു കൈ വരിക. ഇത് 2 എണ്ണം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും 2 കൈയാണെന്നല്ല, ഇത് ഒരൊറ്റ കൈയാണ് കേട്ടോ. ഇനി ആദ്യം ചെറുതാക്കി മാറ്റി ചെറിയൊരു അടി അടിച്ച് കഴിയുമ്പോൾ നൂലൊന്ന് മാറ്റി കൊടുക്കുക. അടിനൂല് കഴിഞ്ഞിട്ട് അടിനൂലിനും പെട്ടെന്ന് മാറ്റിയിട്ട് ഇനി രണ്ടാമത്തെ അടി ചെറുതായിട്ട് തട്ടിയിട്ടുണ്ടായിരുന്നു, അത് പ്രശ്നമില്ല. രണ്ടാമത്തെ അടി തട്ടണം. ഇത് നമ്മൾ പീക്കോ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെറിയ രീതിയിൽ പിന്നാരിക്ക് കുറഞ്ഞ വീതിയിലാണ് മടക്കി അടിക്കേണ്ടത്. അപ്പോഴാണ് അടിഭാഗം എൻ്റെ കാണാൻ നല്ല വൃത്തിയുണ്ടാവും. ഞാൻ പറഞ്ഞു ഇത് 2 കൈയല്ലട്ടോ വരുന്നത്, ഒരൊറ്റ കൈയാണ് വരുന്നത്. ഒരു കൈ ഒരു ഭാഗത്ത് ഒരൊറ്റ കൈയാണ് ഈ വരുന്നത്. ഇത് 2 കൂടെ ഇനി ഒന്നായിട്ട് മാറും. അതാണ് ഓവർലാപ്പ് കൈ. അപ്പോഴാണ് അടിക്കുന്നത് കാണാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ അടിഭാഗം മാത്രമാണ് അടിച്ചു കഴിഞ്ഞത്. ഇതിന് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിഗാൾ ഭാഗം, ഇതിന്റെ റിഗാൾ ഭാഗം പുറത്തോട്ടിട്ട് കൊടുക്കുക. ഇതിന്റെ സെന്റർ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരും. ഇനി നമ്മൾ ഇത് സെന്റർ ഭാഗം കട്ട് ചെയ്യുക. സെന്റർ ഭാഗം കട്ട്. ഇത് താഴത്തെ സെന്റർ ഭാഗമാണ്. ഇത് റിഗാളിന്റെ അവിടെ, ഷോൾഡറിന്റെ അവിടെ ഫിറ്റ് ചെയ്യേണ്ട സെന്റർ ഭാഗമാണ്. ഇനി ഇതിനിതാ റിഗാളിന്റെ അവിടെ 2 കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. 2 കൈയൂടെ തമ്മിൽ തട്ടണം. നമ്മൾ 2 കൈയൂടെ ഒന്നിക്കാൻ പോവാണ്, ഒറ്റ കൈയാക്കാൻ പോവാണ്. ഇവിടെ 2 കൈയൂടെ നമ്മൾ ഒന്നിച്ചു കഴിഞ്ഞു. ഇത് ഒരൊറ്റ സ്ലീവ് കഴിഞ്ഞ് വെച്ചത് ഒരു കൈ. അതാണ് ഓവർലാപ്പ് സ്ലീവ്. 2 തലമായിട്ട് വെച്ചിരിക്കും. ഇനി ഇതിന്റെ സെന്ററിൽ വേണമെങ്കിൽ ചെറിയൊരടി ഇവിടെ ഇട്ട് കൊടുക്കുക. കൊടുക്കണമെന്നില്ല, അതിങ്ങനെ പൊങ്ങിയിട്ടാണ് വേണ്ടത്. വേണ്ടവർക്ക് ഇവിടെ പൊങ്ങി നിൽക്കരുതെന്ന് പറയുന്നവർക്ക് ഇവിടെ ചെറിയൊരു കെട്ടിട്ട് കൊടുക്കുക. വേണമെങ്കിൽ ആദ്യം ഞാൻ കെട്ടിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ കെട്ടിടുക. അപ്പൊ നമ്മൾ ഓവർലാപ്പ് സ്ലീവ് ഇതാണ് ഓവർലാപ്പ് സ്ലീവ് എന്ന് പറഞ്ഞാൽ. ഇതിനെ മറിച്ചിട്ടിട്ട് നമ്മുടെ സൈഡ് ഭാഗം അടിയിൽ ലൂസ് നോക്കുക. അടിയത്തെ ലൂസ് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ആ ലൂസിനനുസരിച്ചാണ് കൊടുക്കേണ്ടത്. ഇതിപ്പോ ഞാൻ ഒരരെങ്കിലും മടക്കി 2 കൈയും ഒന്നിച്ച് ഒരു കൈയായി മാറിയിട്ടുണ്ട്. ഇതിനെ ഞാൻ മറിച്ചിട്ട് കഴിഞ്ഞാല് നമ്മളെ കൈയായി. ഇതിനെ
നമ്മൾ റിക്കാർഡ് കഴിഞ്ഞാൽ ഈ സ്റ്റിച്ച് നമുക്ക് അഴിച്ചിട്ട് കഴിഞ്ഞാൽ കയ്യിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുൾ കൈ രസം ഉണ്ടാവില്ല, ഹാഫായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. രണ്ട് കൈ വിചാരിക്കുന്നു. ഇങ്ങനെ വരും കൈ. ഇത് സെന്റർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സെന്ററിൽ ഇങ്ങനെ കണ്ടോ, മറ്റൊരു തന്നെ ഉള്ളിലേക്ക് ഓവർലാപ്പ് സ്ലീവ് എന്ന് പറയുന്ന സംഭവമാണ്. ഇതിന്റെ ഫിറ്റിംഗ് എല്ലാവരും കണ്ടെന്ന് തോന്നുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വീഡിയോ ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.